ഹലോ, എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കൗമാരകാലത്തെ ഇൻഫാക്ച്വേഷനെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ഇൻഫാക്ച്വേഷൻ എന്തുകൊണ്ടാണ് വഷളാകുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് അതിന് പ്രധാന കാരണം മാതാപിതാക്കൾ തന്നെയാണെന്ന് ഞാൻ പറയും. അവർക്ക് മക്കളോട് സംസാരിക്കാൻ നേരമില്ല. ചിലപ്പോൾ രണ്ടുപേരും ജോലിയുള്ളവരായിരിക്കാം. എങ്കിൽ പോലും അവരോട് സംസാരിക്കുവാൻ നേരം കണ്ടെത്തേണ്ടതാണ്. അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്നത്, അതായത് മാതാപിതാക്കൾ വിചാരിക്കുന്നത്, അവർ വലുതായി, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നന്നായി വളർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഒരു ചിന്തയാണ്. പക്ഷെ അതൊന്നുമല്ല. അവർ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് മക്കൾ തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. അതായത് ദിവസേന എന്തെല്ലാം നടക്കുന്നു, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അവർക്ക് സ്നേഹവും ലാളനയും ഒരു സന്തോഷത്തിനുമൊക്കെ മാതാപിതാക്കൾ നിൽക്കേണ്ടതാണ്. അവർക്കൊരു പരിഗണന വേണമെന്നുള്ളതാണ്. പക്ഷെ അത് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ മാതാപിതാക്കളെയും ഞാൻ പറയുന്നില്ല. ഒരു ചിലർ അങ്ങനെ ആവുന്നു. അങ്ങനെയുള്ള കേസുകളാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതിൽ ഒരുപാട് കേസുകളും അങ്ങനെയുള്ള കേസുകളായിരുന്നു. അതായത് അവർക്ക് മക്കളെ നോക്കാൻ നേരമില്ല, അവരെന്താണ് ചെയ്യുന്നതെന്നറിയില്ല. ചില അച്ഛന്മാർക്ക് അവരെന്ത് ചെയ്യുന്നു എന്ന് പോലും, എന്ത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പോലും അറിയാത്ത ഫാദേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതും ഈ കൗമാരപ്രായത്തിൽ തീർച്ചയായും അവർക്ക് വളരെ ഒരു പരിഗണനയും ലാളനയും സ്നേഹവും ഒക്കെ കിട്ടേണ്ട വയസ്സാണത്. അവർ തിരയും അത്. അപ്പോൾ അത് വീട്ടിൽ കിട്ടാതെയാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അവർ പുറത്തേക്ക് അത് തേടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷനിലേക്ക് ആ കുട്ടി പോയി കഴിയുമ്പോൾ ആ കുട്ടിയെ ചീത്ത അറിയുകയാണ് ചെയ്യുന്നത്. നിനക്കെന്താണ് അങ്ങനെ, നീ എന്തുകൊണ്ടത് ചെയ്തു, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല. ഈ കാര്യങ്ങളും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളും മറ്റു ചിലർ പുറത്തുള്ളവർ പറഞ്ഞിട്ടായിരിക്കാം ഇവരറിയുന്നത്. അവരോട് കുട്ടി പറഞ്ഞതാവില്ല. അപ്പോൾ ഇത് ഇനിയും ഭയങ്കര ദേഷ്യമാണ് പാരൻസിന്. എന്തുകൊണ്ട് പറഞ്ഞില്ല, അവൻ പറഞ്ഞു ഇങ്ങനെ, അവർ പറഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു ദേഷ്യമാണ് കൂടുക. ആ കുട്ടിക്ക് കൂടുതൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനാണ് സാധ്യത. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേരാണ് ആ കൗമാരപ്രായത്തിലുള്ള മക്കളെ സന്തോഷകരമായി വിളിച്ചെഴുന്നേൽപ്പിച്ച് ഒരു ഉമ്മ കൊടുത്ത്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഒരു ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്? അങ്ങനെയാവുമ്പോൾ ആ ദിവസം ആ കുട്ടിക്ക് എത്ര സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയൂ. ഇനി മുതൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഇവിടെ ആ സ്നേഹവും പരിലാളനയും എല്ലാം ആ മക്കൾക്ക് വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യവുമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ എത്ര പേർ മക്കളെ ഹഗ് ചെയ്യുന്നുണ്ട്, ഒരു സ്നേഹത്തോടെ ഒരു ഹഗ് ചെയ്യുന്നുണ്ട്? ആ ഹഗ്ഗിന് അത്രയും വിലയാണ്. എൻ്റെ അടുക്ക് വന്ന് ഒരു പാരൻ്റ് പറയുകയുണ്ടായി, അവൻ വലുതായില്ലേ, അവനെ കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റുമോ? അത് തന്നെയാണ് ആ കുട്ടിയും പറയണത്. അയ്യേ, അമ്മയെ കെട്ടിപ്പിടിക്കുകയെ, അതൊന്നും വേണ്ട, അതൊന്നും ഞാൻ ചെയ്യില്ല എന്ന്. അതല്ല, അത് തെറ്റില്ല. അമ്മയുടെ ലാളന കുട്ടിക്ക് വേണം, എത്ര വയസ്സായാലും എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവണം. എന്നെ കേൾക്കുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ എൻ്റെ മാതാപിതാക്കളുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്ന നിമിഷം വളരെ സന്തോഷകരമായിരിക്കും. അത് അവിടെ തെറ്റുകൾ തിരുത്തി ജീവിക്കാനും തെറ്റുകൾ വരാതിരിക്കാനും മക്കൾക്ക് സാധിക്കുമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.